മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SSC സെലക്ഷൻ പോസ്റ്റിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഫേസ് 12 എന്ന് പറയുന്ന പരീക്ഷയെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾക്കൊന്നും ഈ പരീക്ഷയെക്കുറിച്ച് അറിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ പരീക്ഷയെ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷയെ പറ്റി അറിയാത്തവരായി മാറാൻ പാടില്ല. നിങ്ങൾ വീഡിയോ കാണുന്നവർ 10ാം ക്ലാസ് യോഗ്യതയുള്ളവരായിക്കോട്ടെ, +2 യോഗ്യതയുള്ളവരായിക്കോട്ടെ, ഏത് ഡിഗ്രി ഉള്ളവരായിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ വ്യത്യസ്തങ്ങളായ അവസരങ്ങൾ ഈ പരീക്ഷ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല പോസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ കൂടെ നടത്തുക. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. കുറേ നാളായിട്ട് നമ്മളുടെ SSC പരീക്ഷകളൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്ത് നിൽക്കുകയായിരുന്നു, ലീവിലായിരുന്നു. ലീവ് കഴിഞ്ഞ് ഇതാ ഇനി മുതൽ 2024 പരീക്ഷാ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. ആരംഭിക്കുന്നത് SSC സെലക്ഷൻ പോസ്റ്റ് പരീക്ഷയിലൂടെയാണ്. അപ്പോൾ SSC സെലക്ഷൻ പോസ്റ്റ് പരീക്ഷ എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആപ്ലിക്കേഷൻ ഡേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എന്ത് ചെയ്യുക, വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കണം എന്താണ് ഫേസ് 12 പരീക്ഷ എന്ന് പറയുന്നത്. അതിനു മുമ്പ് അതിൻ്റെ കലണ്ടറിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. എങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചർ, എങ്ങനെയാണ് പരീക്ഷയുടെ തീയതികൾ ഉള്ളത് എന്നൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതാ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി 1-ാം തീയതി വരുമെന്നാണ് പറഞ്ഞത്. അവിടെ തന്നെ SSC നമുക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഫെബ്രുവരി 10-ാം തീയതിയാണ്. ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ കലണ്ടർ മൊത്തത്തിൽ തെറ്റാണെന്നല്ല. ഇപ്പോൾ ഈ വർഷം SSC പുറത്തു വിട്ടിരിക്കുന്ന കലണ്ടറിലുള്ള ആദ്യത്തെ 2 പരീക്ഷകളും 10 ദിവസം ഗ്യാപ്പ് ലേറ്റ് ആയിട്ടാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷയും സെലക്ഷൻ പോസ്റ്റ് പരീക്ഷയും 10 ദിവസം വ്യത്യാസത്തിൽ, അതായത് ഫെബ്രുവരി 10-ന് ശേഷമുള്ള 1-2 ദിവസങ്ങൾക്കപ്പുറം അനൗൺസ് ചെയ്യാനിരിക്കുകയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് പ്രതീക്ഷിക്കുക. 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, SSC സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് നമ്മളെ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 28 അതെന്തായാലും മാർച്ച് 15 വരെയൊക്കെ നീളാൻ ചാൻസ് ഉണ്ട്. റെഡി. എക്സാം ഡേറ്റ് പറയുന്നത് ഏപ്രിൽ-മെയ് മാസത്തിലാണ്. അപ്പോൾ മെയ് ആദ്യ വാരത്തിൽ തന്നെ, ഫസ്റ്റ് വീക്ക് തന്നെ, മെയ്യുടെ ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി എന്താണ് ഈ പരീക്ഷയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് യോഗ്യതയുള്ള ആൾക്കാരാണെങ്കിലും പരീക്ഷ എഴുതാം. അവർക്കെല്ലാവർക്കും ഒരേ പരീക്ഷയാണോ? അല്ല, പരീക്ഷയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരീക്ഷകളാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആൾക്ക് ഒരു പരീക്ഷയുണ്ട്, +2 യോഗ്യതയുള്ള ആൾക്ക് ഒരു പരീക്ഷയുണ്ട്, ഡിഗ്രി യോഗ്യതയുള്ള ആൾക്ക് മറ്റൊരു പരീക്ഷയുണ്ട്. പിന്നെ ഇതിനെക്കാട്ടൊക്കെ വലിയ വെറൈറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പോസ്റ്റിനേക്കും വ്യത്യസ്തമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് ഒരു തവണ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ പോസ്റ്റുകൾക്ക് വേണ്ടി വ്യത്യസ്തമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് യോഗ്യതയുള്ള പോസ്റ്റുകൾ ഏതാണോ അതൊക്കെ തപ്പിയെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 20 പോസ്റ്റിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അതിന് മുമ്പ് അടുത്ത ഒരു ഡാറ്റയിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഡാറ്റ എന്താ? ഒന്നാമത്തത് എലിജിബിലിറ്റി, രണ്ടാമത്തത് ഏജ്. നമുക്ക് ഏജിൻ്റെ കാര്യം തന്നെ ആദ്യം നോക്കാം. സാധാരണ SSC പരീക്ഷകൾക്കുള്ളതുപോലെ തന്നെ മിനിമം ഏജ് 18 വയസ്സാണ്. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആർക്കും പരീക്ഷ എഴുതാം. വേറൊരു കാര്യമുള്ളത്, മാക്സിമം ഏജ് അപ് ടു 30 എന്നാണ് പറയുന്നത്. അപ് ടു 30 പോസ്റ്റുകൾക്കനുസരിച്ചാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ പോസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ മറ്റ് പരീക്ഷകളെ പോലെയല്ല, SSC സാധാരണയായി നടത്തുന്ന പരീക്ഷകൾ പോലെ അല്ല. ഇവിടെ ഓരോ പോസ്റ്റിനും ഓരോ ക്രൈറ്റീരിയ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഡിഗ്രി ഉള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഗ്രി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോഗ്രഫി ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഗ്രിയുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ട് അവർക്ക് മാത്രമായിട്ടുള്ള പോസ്റ്റുകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ഡിഗ്രി ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സെലക്ഷൻ പോസ്റ്റിൻ്റെ ഈ തവണത്തെ ജോലി ലിസ്റ്റ് എടുത്ത് നോക്കുക. അതിൽ നിങ്ങളുടെ ഡിഗ്രിക്ക് പറ്റിയ ഏതെങ്കിലും പോസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യുക. അവിടെയൊക്കെ കോമ്പറ്റീഷൻ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ +2 ലെവൽ നിങ്ങൾ പോസ്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും പല റീജിയൻസിലാണ് പോസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ കേരള, കർണാടക റീജിയനിൽ ഒരുപാട് പോസ്റ്റ് ഉണ്ടാവും, തമിഴ്നാട് റീജിയനിൽ ഒരുപാട് പോസ്റ്റ് ഉണ്ടാവും, സദേൺ റീജിയനിൽ ഒരുപാട് പോസ്റ്റ് ഉണ്ടാവും, സെൻട്രൽ റീജിയനിൽ ഒരുപാട് പോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏത് സ്ഥലത്ത് കൊടുത്താലാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അപ്ലൈ ചെയ്യുന്ന ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഗ്രാജുവേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ്റെ പരീക്ഷ എഴുതാം. അതായത് സെലക്ഷൻ പോസ്റ്റ് ഫേസ് 12 എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന 3 പരീക്ഷകളുണ്ട്. നിങ്ങൾ ഗ്രാജുവേഷനുള്ള ആളാണെങ്കിൽ ഗ്രാജുവേഷൻ പരീക്ഷ എഴുതാം. നിങ്ങൾ +2 ലെവലുള്ള ഏതെങ്കിലും പോസ്റ്റിനും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 ലെവൽ പരീക്ഷ എഴുതാം. ഇനി നിങ്ങൾ മെട്രിക്കുലേഷൻ ലെവലിൽ ഏതെങ്കിലും
പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ പരീക്ഷ എഴുതാം. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലൊരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റ് 10ാം ക്ലാസ് ലെവൽ പോസ്റ്റാണ്, നിങ്ങൾ ഡിഗ്രി ഉള്ള ആളാണ്, നിങ്ങൾ ആ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 10ാം ക്ലാസ് പരീക്ഷയും കൂടെ എഴുതണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളിപ്പോൾ +2 ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ +2 ലെവലിലുള്ള ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാം. +2 ലെവലിലുള്ള മുഴുവൻ പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മെട്രിക്കുലേഷൻ ലെവലുള്ള മുഴുവൻ പോസ്റ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുകയാണ്, എലിജിബിലിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. റെഡി? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് സിലബസ്? പൊതുവെ നമുക്കൊന്നും അധികം ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ് സെലക്ഷൻ പോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ പിന്നാലെ നടക്കാറില്ല. കാരണം അപ്ലൈ ചെയ്യാന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. SSC, CGL, CHSL തുടങ്ങിയ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതുപോലെ തന്നെ റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ അതേ സിലബസ് ആണ് ഇവിടെ ഈ ഒരു പരീക്ഷയ്ക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊന്നും പഠിക്കേണ്ടി വരുന്നില്ല. നിങ്ങളുടെ സാധാരണ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നിങ്ങൾ SSC, CGLന് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണോ, SSC, CPOയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണോ, അതേ ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ടതായിട്ടില്ല. ഇതേ നിങ്ങൾ നോക്ക്, GK ഉണ്ട്, GK SSCക്കുള്ള മറ്റു പരീക്ഷകൾക്കൊക്കെ ഉള്ളതാണ്. റീസണിങ് ഉണ്ട്, മറ്റെല്ലാ പരീക്ഷകൾക്കും ഉള്ളതാണ്. ഇംഗ്ലീഷ് ഉണ്ട്, അതും മറ്റു പരീക്ഷകൾക്കുണ്ട്. മാത്സും ഉണ്ട്. എല്ലാ സിലബസ് ഒക്കെ മറ്റ് പരീക്ഷകൾ പോലെ തന്നെയാണ്. പിന്നെ റെയിൽവേക്കാർ ശ്രദ്ധിക്കണം, ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരാൾ അധികമായിട്ടുണ്ട്. സാധാരണ SSC പരീക്ഷ നടക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു പരീക്ഷ നടക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഒരു ടയർ പരീക്ഷ മാത്രമേ ഉള്ളൂ. അതായത് പ്രിലിംസ്, മെയിൻസ് അങ്ങനെയൊന്നും മാറി മാറി നിൽക്കുന്നില്ല. ആകെ ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ. ആ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത് 100 ചോദ്യങ്ങളാണ്. 60 മിനിറ്റാണ് ഉണ്ടാവുക. അപ്പോൾ 60 മിനിറ്റിൽ 100 ചോദ്യം എഴുതുക. ആ 100 ചോദ്യത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ ജോലിയാണ്. അതിൽ കൂടുതൽ അടുത്ത സ്റ്റേജിലേക്ക് ഒന്നും പോകുന്നില്ല. പിന്നെ വെരിഫിക്കേഷൻ കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡിഗ്രി പോസ്റ്റൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നേടിയെടുക്കാൻ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? തീർച്ചയായിട്ടും ഫേസ് 12 അല്ലെങ്കിൽ സെലക്ഷൻ പോസ്റ്റ് 2024 തന്നെയാണ് ഉറപ്പിച്ചുകൊള്ളുക. ഓക്കെ, ഇനി അതിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പറയണം. ഫീസ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSCയുടെ സാധാരണ പരീക്ഷകൾക്കൊക്കെ 100 രൂപയാണ് ഫീസ്, നിങ്ങൾക്കറിയാം. ഇവിടെയും 100 രൂപയാണ് ഫീസ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ SC ST വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല. പക്ഷേ മറ്റ് കാൻഡിഡേറ്റ്സ് 100 രൂപ കൊടുക്കണം പെർ പോസ്റ്റിന്. ഞാൻ ഒരു 5 പോസ്റ്റ് അപ്ലൈ ചെയ്ത ആളാണെങ്കിൽ ഞാൻ 500 രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഡേറ്റ് അടുക്കും തോറും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട സമയമാവും തോറും നിങ്ങൾ അതിനനുസരിച്ച് പണം സമാഹരിക്കണം. അതെന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുകയും വേണം. ഒരു വലിയൊരു എമൗണ്ട് എന്ന് വെച്ചാൽ 1000 രൂപയെങ്കിലും നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈ നല്ലതാണെന്ന് തോന്നുന്ന 10 പോസ്റ്റുകൾ തിരഞ്ഞെടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നോക്ക്, എക്സാം വരാൻ പോകുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. മെയ് മാസത്തിലൊക്കെയാണ് എക്സാം നടക്കാൻ സാധ്യതയുള്ളത്. ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? പ്രിപ്പറേഷൻ നല്ല നിലയിലേക്ക് എത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. ഇത് മാസം ഫെബ്രുവരി ആണ്. മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറഞ്ഞിട്ട് 2 മാസത്തിനപ്പുറത്താണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇത്രയും ബുദ്ധിമുട്ട്, അതായത് ഓരോ പോസ്റ്റിനും 100 രൂപ എന്നൊക്കെ പറയുമ്പോൾ ആളുകളൊക്കെ അപ്ലൈ ചെയ്യാൻ മടിക്കുന്ന ഒരു പരീക്ഷയും കൂടാണ്. അതുകൊണ്ട് അതൊരു നല്ല ഗോൾഡൻ ചാൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡയമണ്ട് ചാൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളുക? അപ്ലൈ ചെയ്തോളാം. അപ്ലൈ ചെയ്യാനുള്ള പൈസയൊക്കെ ഇപ്പോഴേ കളക്ട് ചെയ്ത് വെച്ചോളാം. അതുപോലെ തന്നെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്തോളാം. അതുപോലെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വേറൊരു കാര്യമുള്ളത്, ഇത് ലിസ്റ്റുള്ള പരീക്ഷയാണ്. അതായത് SSCൻ്റെ മറ്റ് പരീക്ഷകൾക്കൊന്നും വലിയ ലിസ്റ്റൊന്നുമില്ല. നിങ്ങൾ കട്ട് ഓഫ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണെങ്കിൽ ഇവിടെ അങ്ങനല്ല. നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിലുള്ള ആളുകൾ വെരിഫിക്കേഷന് പോയിട്ടില്ലെങ്കിൽ അടുത്ത ആളെ വിളിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും പരീക്ഷ എഴുതുക. ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ മിനിമം കട്ട് ഓഫ് കയറി കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ 1 വർഷമെങ്കിലും നിങ്ങൾ പോസ്റ്റിങ്ങിന് വേണ്ടി എടുക്കും. മറ്റു പരീക്ഷകളെ പോലെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല ഉണ്ടാവുക. ഡിപ്പാർട്ട്മെൻറ്റുകൾ നേരിട്ടാണ് ഇതിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോസ്റ്റിംഗ് ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഒരു ജോലിയായി എന്നുള്ള ഒരു സമാധാനത്തോടെ നമുക്ക് മറ്റ് പ്രിപ്പറേഷനുകളിലേക്ക് കടക്കാം. അപ്പോൾ അതിനെല്ലാവർക്കും സാധിക്കണം. എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യും. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓടിപ്പോയി അപ്ലൈ ചെയ്തോളുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഡിഗ്രി ഉള്ള ആളുകളാണെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷ മാത്രമല്ല എഴുതേണ്ടത്, ഡിഗ്രി ലെവൽ പോസ്റ്റ് മാത്രമല്ല കൊടുക്കേണ്ടത്, എല്ലാ പോസ്റ്റുകളും കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട്
പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നോട്ടിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും ആയിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.